ഹായ് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എത്രമാത്രം അത് നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ടോക്കിൽ നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പാരൻസ് എത്രമാത്രം അവെയർ ആണ്, അതനുസരിച്ച് ഈ ഒരു വിഷയത്തിൽ കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന ഒരു ട്രോമ അത് അവോയ്ഡ് ചെയ്യാനും അവർക്ക് നല്ലൊരു ചൈൽഡ്ഹുഡ് കൊടുക്കാനായിട്ടും സഹായകരമാവുന്നതാണ്. അപ്പോൾ നോക്കിയാൽ ഇപ്പോൾ കുട്ടികളുടെ പാരൻസ് രണ്ടുപേരും ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത ആളുകളാണെങ്കിൽ, കാരണം കുട്ടികളുടെ ആ ഒരു ചൈൽഡ്ഹുഡ് പീരീഡ് അവരുടെ അഡൽട്ട്ഹുഡിലെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എത്രമാത്രം അതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിവില്ലാത്ത ആളുകളാണ് പാരൻസ് രണ്ടുപേരുമെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. കാരണം അവർക്ക് വേണ്ട ഒരു ഹെൽപ്പോ നർച്ചറിങ്ങോ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സൊന്നും അവിടെ നടക്കില്ല എന്നുള്ളതാണ്. അതുപോലെ പാരൻസ് രണ്ടുപേരിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഈ ഒരു അവയർനെസ് ഉള്ള ആളാണെങ്കിൽ ഒരു പരിധിവരെയും കുട്ടിക്ക് വേണ്ട ഒരു നർച്ചറിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതേപോലെ നല്ലൊരു പാരൻറ്റിങ് കൊടുക്കാനായിട്ടും കുട്ടിയെ അറ്റ്ലീസ്റ്റ് കേൾക്കാനും മനസ്സിലാക്കാനും അറ്റ്ലീസ്റ്റ് കുട്ടിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു അവസരമെങ്കിലും അവിടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ഒരു പരിധിവരെയും ഈ ഒരു ട്രോമ ടേസ്ഡ് ആവാനുള്ള സാഹചര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ രണ്ട് പാരൻസും അത്യാവശ്യം നല്ല അവയർനെസ് ഉള്ള ആളുകളാണെങ്കിൽ അത് ആണ് കുട്ടിക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്നത്. കാരണം രണ്ട് പാരൻസും അതേപോലെ തന്നെ അവയർനെസ് ഉള്ള ആളുകളാവുമ്പോൾ പരസ്പരം രണ്ടുപേർക്കും ഒരേപോലെ തന്നെ റിഫ്ലക്റ്റീവായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ഒരു പാരൻറ്റ് ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുമ്പോൾ മറ്റേ പാരൻറ്റ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ മറ്റേ പാരൻറ്റ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കുട്ടിക്ക് വേണ്ടി ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ വേറെ കോ പാരൻറ്റിന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ രണ്ട് പാരൻസും അത്യാവശ്യം നല്ല അവയർനെസ് നേടുകയാണെങ്കിൽ അത് ഏറ്റവും ബെനിഫിറ്റ് ആവുന്നത് കുട്ടിക്കാണ്. പലപ്പോഴും പല കുടുംബങ്ങളിലും കാണാൻ സാധിക്കുന്നത് ഒരു പാരൻറ്റ് വളരെയധികം അവയർനെസ് ഉള്ള ഒരാളും മറ്റേ പാരൻറ്റ് അവയർനെസ് ഇല്ലാത്തൊരാളാവുമ്പോൾ അവിടെ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്യുന്നത് അവയർനെസ് ഉള്ളൊരു പാരൻ്റാണ്. കാരണം കുട്ടിക്ക് എന്താണ് വേണ്ടതെന്നും കുട്ടീനെ അവൻ്റെ ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ് എന്താ വേണ്ടതെന്നും തിരിച്ചറിയുന്ന ഒരു പാരൻറ്റ് അതിനുവേണ്ടി പല കാര്യങ്ങളും ഇനീഷ്യേറ്റ് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള പാരൻറ്റിൽ നിന്ന് യാതൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള ഹെൽപ്പോ കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ കുട്ടിയെ ഒരു പെർമിസീവ് പാരൻറ്റിങ്ങിലൂടെയാണ് അപ്പുറത്തെ പാരൻറ്റ് നയിക്കുന്നതെങ്കിൽ അത് കുട്ടിയെ ഒരു ഹെൽത്തി ആയിട്ടുള്ള വഴിയിലൂടെ നയിക്കുന്നതിൽ നിന്ന് വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ആ ഒരു അവയർനെസ് ഉള്ള പാരൻറ്റിനെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വലി രണ്ട് പാരൻസും നല്ലൊരു പാരൻറ്റിങ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരുമിച്ച് അവയർനെസ് നേടുകയും അത് കുട്ടിക്ക് നൽകുകയും ചെയ്യുമ്പോഴാണ് ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ കുട്ടിക്ക് നല്ലൊരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ലഭിക്കുന്നത്. താങ്ക് യു.